ഒരു അവധി ദിവസം കിട്ടിയ എന്തെങ്കിലും പണി ഒപ്പിക്കാതെ എനിക്കൊരു മനസ്സമാധാനം കിട്ടില്ല. അപ്പൊ ഇന്ന് അമൃതപ്പൊടിയാണ് എന്റെ കയ്യിൽ കിട്ടിയത്. ഇത് വെച്ച് എന്തുണ്ടാക്കാന്ന് വിചാരിച്ചപ്പോഴത്തേനും എന്റെ മനസ്സിലേക്ക് ഓടി വന്നൊരു സാധനം ഉണ്ടാക്കാൻ പോകുന്നത്. പേരൊന്നും ഞാൻ പറയുന്നില്ല, കാരണം എനിക്കറിയത്തില്ല. എന്തായാലും ആദ്യം കുറച്ച് ശർക്കര എടുത്ത് അത് പാന ഉണ്ടാക്കി അതിന് മുകളിലായിട്ട് അമൃതപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ശേഷം പാൻ വെച്ചു. പാൻ ചൂടായി വന്നപ്പോഴത്തേനും ആ മിക്സ് ഒഴിച്ചു കൊടുത്തു. ശേഷം കുറച്ച് നെയ്യും ഏലക്കയും കൂടെ ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ കുറച്ചു നേരം വെച്ചു. ആ സമയം കൊണ്ട് നമ്മൾ വേറൊരു പാനിൽ നെയ്യ് ഒഴിച്ച് ബദാം ഒന്ന് മൂപ്പിച്ചെടുത്തു. ശേഷം നമ്മളുടെ ആ ഒരു അമൃതപ്പൊടി മിക്സിനകത്തോട്ട് ബദാം അങ്ങ് ചേർത്തിട്ട് നല്ല രീതിയിൽ ഇളക്കി. എന്നിട്ട് മറ്റൊരു പാത്രത്തിനകത്തോട്ട് മാറ്റി മുകളിലായിട്ട് ബദാം വീണ്ടും കുറച്ചുകൂടെ വിതറി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ചെറിയൊരു ആഡംബരത്തിന് കുറച്ച് എള്ളും കൂടി ഇങ്ങനെ വിതറി എന്നിട്ട് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചു. ശേഷം നമ്മൾ കുറെ കഴിഞ്ഞപ്പോഴത്തേനും അത് തിരിച്ചെടുത്തു. എന്നിട്ട് എപ്പോഴത്തെയും പോലെ അച്ഛൻ തന്നെയാണ് കേട്ടോ ടേസ്റ്റ് ചെയ്യുന്നത്. പൊതുവെ അച്ഛന് അമൃതപ്പൊടി ഒന്നും ഇഷ്ടമില്ലാത്ത ആളാണ്, പക്ഷെ എങ്കിലും കഴിച്ചിട്ട് കൊള്ളാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വീഡിയോയ്ക്ക് വേണ്ടി പറഞ്ഞല്ല കേട്ടോ, സംഭവം പൊളിയാണ്. നിങ്ങളും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.